ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്രേയ ഗുണ്ടകളെ വിളിച്ച് ഗംഗ ആ കുടം എടുക്കാനായി കാട്ടിലേക്ക് വരുന്നുണ്ടെന്നും കുളത്തിന്റെ പരിസരത്തേക്ക് അവൾ എത്തുന്നതിന് മുൻപ് തന്നെ അവളെ തടയണമെന്നും അവളെ ഇല്ലാതാക്കണമെന്നുമുള്ള നിർദ്ദേശം നൽകുന്നു. മുമ്പത്തേതുപോലെ അവൾ ഇത്തവണ രക്ഷപ്പെടരുത് എന്നുകൂടി ശ്രേയ ഓർമ്മപ്പെടുത്തി. എന്തായാലും ഇന്നത്തോടെ അവളുടെ കഥ കഴിഞ്ഞു തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രേയ ഗംഗയെ അവർ തകർത്തു കളയും എന്ന സന്തോഷത്തിൽ അങ്ങനെ ഇരുന്നു. ഈ സമയത്ത് ഗംഗ തനിച്ച് ഭട്ടതിരി പറഞ്ഞ ആ സ്ഥലം ലക്ഷ്യം വെച്ച് കാടിന് നടുക്കുള്ള ആ കുളത്തിനരികിലേക്കായി ഗംഗ വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഗംഗയുടെ മുന്നിലേക്ക് മൂന്നാല് ഗുണ്ടകൾ വന്നു നിൽക്കുന്നു. അവരെ കണ്ടതും ഗംഗ ആകെ ഭയന്നു. ഗംഗ പേടിച്ചുകൊണ്ട് വേഗം ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോൾ അവർ ഗംഗയുടെ പിന്നാലെ ഓടിയെത്തി. ഗംഗ അവരെ തടഞ്ഞു നിർത്താനായി ശ്രമിക്കുന്ന അവരോട് ഗംഗ താണുകയാണ് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കൊല്ലാനായി ശ്രമിക്കുന്നത്? ഞാൻ നിങ്ങളുടെ നേരെ ഒരു രീതിയിലും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നെല്ലാം ചോദിച്ച് ഗംഗ അവരോട് സൗമ്യമായി സംസാരിക്കുമ്പോൾ അവർ അതൊന്നും ചെവിക്കൊള്ളാതെ നീ ഇങ്ങോട്ട് വാടി, നിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗയെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി കൊല്ലാനായി ശ്രമിക്കുന്നു. ആ നിമിഷം ഗംഗയുടെ ശരീരത്തിലേക്ക് ഗൗരിയുടെ ആത്മാവ് പ്രവേശിക്കുകയും ഗൗരി ആ ഗുണ്ടകളെയെല്ലാം നിലംപരച്ചാക്കുന്നു. അങ്ങനെ ഗംഗ ഗൗരിയായി മാറി എല്ലാവരെയും തളർത്തി അവരെ എല്ലാവരെയും തന്റെ നേരെ പാഞ്ഞെടുക്കുന്ന ഓരോ ഗുണ്ടകളെയും കൃത്യമായി തന്നെ പ്രതിരോധിച്ച് അവരെ അടിച്ച് നിലത്തിടുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാതെ ഗംഗ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുമ്പോ ഗംഗയുടെ ദേഹത്തുണ്ടായിരുന്ന ഗൗരിയുടെ ആത്മാവ് പുറത്തേക്ക് വരികയും ഗൗരിയുടെ ആത്മാവ് പറഞ്ഞു, ഗംഗേ, ഇത് ഞാനാ ഗൗരി, പേടിക്കണ്ട. അത് കേട്ടതും ഗംഗയ്ക്ക് ആകെ അതിശയമായി. ഗൗരീച്ചിയോ, ഗൗരീച്ചി രക്ഷപ്പെട്ടോ എന്ന് വളരെ അതിശയത്തോടെ ഗംഗ ചോദിച്ചു. അതെ, ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഗംഗയോട് ഗൗരിയും മറുപടി നൽകി. ഗംഗയ്ക്ക് വളരെയേറെ സന്തോഷമാവുകയും എന്താണ് ഗൗരീച്ചി സംഭവിച്ചത്, എന്താണെങ്കിലും പറ എന്ന് പറഞ്ഞത് ഗംഗ കാര്യങ്ങൾ ആശങ്കയോടെയും വളരെ പ്രതീക്ഷയോടെയും ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി ഗംഗയോട് ഗൗരി പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ രക്ഷപ്പെട്ടത് ശ്രേയ കാരണമാണ് എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. ഇപ്പോ ഗംഗയെ ആക്രമിക്കാനായി വന്നതും ശ്രേയ പറഞ്ഞയച്ച ഗുണ്ടകളാണ് എന്ന് അറിയിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം അതൊന്നും വിശ്വസിക്കാനാകാതെ ഗംഗ ചോദിച്ചു, ഗൗരീച്ചി എങ്ങനെ രക്ഷപ്പെട്ടത്? അപ്പോഴാണ് ഗൗരി കൃത്യമായി തന്നെ നടന്ന സംഭവങ്ങൾ പറഞ്ഞത്. അതെ, ഗംഗ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ശ്രേയ ഇവിടെ വന്ന് ആ കുടവെടുക്കാനായി ശ്രമിച്ചു. അങ്ങനെ കുളത്തിൽ നിന്ന് പൊങ്ങി വന്ന എന്നെ അതിൽ ബന്ധിക്കപ്പെട്ട ആ കുടം അത് മുകളിലേക്ക് വന്നത് ഗംഗയുടെ ആ അതികഠിനമായ വ്രതത്തിന്റെ ഫലമായിട്ടായിരുന്നു. ആ ഫലസ്ഥിതി കൈവന്നത് കൊണ്ടാണ് എനിക്ക് ആ കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത്. അതിനുശേഷം ആ കുടം വീണ്ടും കൈക്കലാക്കാനായി ശ്രേയ അവിടേക്ക് എത്തിയത്. ശ്രേയ കുടം എടുക്കാനായി ശ്രമിക്കുന്ന സമയത്ത് അവിടേക്ക് വന്നത് എത്രയും വേഗം ഈ കുടം കൈക്കലാക്കി ആരും കാണാത്ത സ്ഥലത്ത് ആ മന്ത്രവാദിനി പറഞ്ഞതുപോലെ എത്രയും വേഗം ഗുരുയമ്മയുടെ ശിഷ്യ പറഞ്ഞ പോലെ ആരും കാണാത്ത ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ഇത് കുഴിച്ചിടണം എന്ന് മാത്രമായിരുന്നു ശ്രേയയുടെ ആഗ്രഹം. അതുകൊണ്ട് ശ്രേയ ഒരു വിധത്തിൽ ആ കുളത്തിൽ പൊങ്ങി വന്ന ആ കുടം പതിയെ കൈക്കലാക്കി അതും എടുത്തുകൊണ്ട് അത് കുഴിച്ചിടാനായി വേഗം അതും കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് ശ്രേയയുടെ കാല് തട്ടുകയും കാല് തന്നെ ഗൗരി ബന്ധിക്കപ്പെട്ട ആ കുടം അത് നേരെ തെറിച്ച് നിലത്ത് വീണ് അത് പൊട്ടി അതിൽ നിന്ന് ഗൗരിയുടെ ആത്മാവ് രക്ഷപ്പെട്ടു. ഗൗരിയുടെ ആത്മാവ് പുറത്തു വരികയും ബന്ധനത്തിൽ നിന്ന് മുക്തിയാവുകയും എന്നാൽ ഇതേ സമയത്ത് ശ്രേയ കാല് വഴുതി നേരെ ആ കുളത്തിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ടതോടെ ആകെ ആശങ്കയായി ഗൗരിക്ക്. ഗൗരി ശ്രേയ താഴെ വന്ന് വീണ കാഴ്ച കണ്ട് അവിടുന്ന് ഗംഗയെ രക്ഷിക്കാനായി ഗൗരിയും എത്തി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ ഗംഗ ചോദിച്ചു, ഗൗരീച്ചി, അപ്പോ ശ്രേയച്ചി ഇപ്പോഴും ആ കുളത്തിൽ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ ഗൗരി പറഞ്ഞു, അതെ ഗംഗെ, ഇപ്പോഴും ആ കുളത്തിൽ തന്നെയാണ്. അവൾ അവിടെ കിടന്ന് മരിക്കട്ടെ. അവൾ ചെയ്ത പ്രവൃത്തികൾക്കുള്ള ശിക്ഷയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ കിടന്നു തന്നെ അവൾ മരണപ്പെടട്ടെ, അതാണ് അവൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ഗംഗയുടെ ആശങ്കയോടുള്ള ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ ഗംഗ പറഞ്ഞു, അല്ല ഗൗരീച്ചി, അങ്ങനെ പാടില്ല.
നമ്മളും ശ്രേയസി മരണപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ ശ്രേയസും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നത്? അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് പോയി രക്ഷിക്കണം ഗൗരീശിയും. ആ ഗൗരീശിക്ക് എന്റെ കൂടെ വരാൻ കഴിയില്ലേ? എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ ശ്രേയസിയെ. ഇല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ഒരാൾ മരിക്കാൻ പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയുമോ ഗൗരീശി എന്ന് ചോദിച്ച് ഗംഗ വേഗം ആ കുളത്തിനരികിലേക്ക് ഗൗരിയും വിളിച്ചുകൊണ്ട് വന്നെത്തി. ആ നിമിഷം അവിടെ ശ്രേയ ആ കുളത്തിൽ കിടന്ന് കൈകാലിട്ട് അടിക്കുന്ന കാഴ്ച കണ്ടത് ഗൗരിയോട് ഗംഗ പറഞ്ഞു, ഗൗരീശി എത്രയും വേഗം ശ്രേയസി രക്ഷിക്ക്. ശ്രേയസിക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പോരാൻ കഴിയുന്നില്ലല്ലോ, ഗൗരീശി രക്ഷിക്ക് എന്ന് പറഞ്ഞ് ഗംഗ ഗൗരിയോട് രക്ഷിക്കാനായി ആവശ്യപ്പെട്ടു. ഉടനെ ഗൗരി പറഞ്ഞു, ഗംഗെ നിനക്കറിയില്ലേ, എനിക്ക് ശ്രേയുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം ശ്രേയുടെ കയ്യിലുള്ള ആ മാന്ത്രിക മോതിരം, അത് ആ രക്ഷാമോതിരം എന്നെ അവളുടെ അരികിലേക്ക് എത്തിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് അവളെ സ്പർശിക്കാനാവില്ല എന്ന് ഗൗരി അറിയിച്ചു. അത് കേട്ടതും ഗംഗയ്ക്ക് ആകെ ടെൻഷനായി. പിന്നെ എന്ത് ചെയ്യും? ശരി എന്നാ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഗംഗ തന്നെ വേഗം ശ്രേയുടെ അരികിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഒരു വള്ളിപ്പടർപ്പ് പറിച്ചെടുത്തു. അത് ശ്രേയയ്ക്ക് വേണ്ടി ആ കുളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ശ്രേയ ആ കുളത്തിൽ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോ അവസാനം ശ്രേയയ്ക്കായി ആ പള്ളി ഇട്ടുകൊടുത്ത് ഗംഗ വിളിച്ചു പറഞ്ഞു, ശ്രേയച്ചി ഇതാ ഇതിൽ പിടിച്ച് കേറി വാ എന്ന് പറഞ്ഞ് പതുക്കെ ശ്രേയയോട് അതിൽ പിടിച്ച് കയറാനായി ഗംഗ പറഞ്ഞു. ഗംഗ പറഞ്ഞതനുസരിച്ച് ശ്രേയ പതുക്കെ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി വന്നു. ഒരു വിധത്തിൽ ശ്രേയയെ ഗംഗ രക്ഷപ്പെടുത്തി. അവസാനം ഗൗരി ഇതെല്ലാം കണ്ട് അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടാതെ മാറി നിൽക്കുമ്പോൾ ഗംഗ ശ്രേയയോട് പറഞ്ഞു, ശ്രേയസി എന്നോട് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ വന്നത് തന്നെ എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ശ്രേയസി മനസ്സിലാക്കണം, നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു കൂട്ടിയാലും അതിന് ഒരു തിരിച്ചടി നമുക്ക് നേരെയും ഉണ്ടാകും. ശ്രേയസി ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള തിരിച്ചടിയാണ്. അല്പനേരം കൂടി വൈകിയിരുന്നെങ്കിൽ, ഞാൻ രക്ഷിക്കാനായി വന്നിട്ടില്ലായിരുന്നെങ്കിലും പിന്നെ ശ്രേയസിക്ക് ഇങ്ങനെ ഒരു ജീവിതം തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് ശ്രേയസി ആലോചിച്ചു നോക്ക്. ഇനിയെങ്കിലും ശ്രേയസിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന്. നമ്മൾ ഇനിയും തെറ്റുകൾ ചെയ്തു കൂട്ടിയാൽ ഇതിലും വലിയ ആപത്തുകൾ നമ്മളെ തേടി എത്തുമെന്നുള്ള കാര്യം ശ്രേയസി മറക്കരുത് എന്ന് ഗംഗ ഉപദേശിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ മാറി നിൽക്കുന്ന ഗൗരി പറഞ്ഞു, അല്ല എന്തിനാ ഗംഗെ നീ വെറുതെ ഇവളെയൊക്കെ ഉപദേശിക്കാൻ പോകുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗൗരി ഗംഗയോട് പറയുമ്പോ അവളോട് ഉപദേശിച്ചിട്ടും അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ അവളോട് സംസാരിക്കേണ്ട കാര്യമില്ല ഗംഗെ എന്ന് ഗൗരി അറിയിച്ചു. അവസാനം ശ്രേയയും വിളിച്ചുകൊണ്ട് ഗംഗ വേഗം കൈലാസത്തിലേക്ക് മടങ്ങിയെത്തി. ശ്രേയ ആകെ നനഞ്ഞു കുതിർന്നു വരുന്ന കാഴ്ച കണ്ട് ഗംഗ ശ്രേയയുമായി അകത്തേക്ക് കയറി വന്നത് ഈ കാഴ്ച കണ്ട ഹൈമവതി അരികിലേക്ക് ഓടിയെത്തി. എന്താ എന്നെ ശ്രേയമോൾക്ക് പറ്റിയത്? നീ എന്താണ് എന്റെ മോളെ ചെയ്തത് എന്നെല്ലാം ചോദിച്ച് ഗംഗയുടെ നേരെ ഹൈമവതിയെ തട്ടിക്കയറി. അപ്പോഴാണ് പിന്നാലെ അവിടേക്ക് ദേവയാനി എത്തിയത്. എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ദേവയാനിയും അരികിലേക്ക് എത്തി. ഉടനെ ഗംഗ പറഞ്ഞു, അതെ എന്റെ നേരെ ആരും ചാടിക്കടിക്കാൻ വരണ്ട, എന്താ പറ്റിയെന്ന് ശ്രേയസിയോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ലമ്മേ എന്ന് ഹൈമവതിയോട് ശ്രേയ പറഞ്ഞപ്പോ ഉടനെ ഹൈമവതി പറഞ്ഞു, എനിക്കറിയാം ഇവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്റെ മോളെ, അതുകൊണ്ടല്ലേ എന്റെ മോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശ്രേയസിക്ക് എന്താ പറ്റിയത് എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു മനസ്സിലാക്കിയോ. പക്ഷെ എന്ത് കാരണത്താൽ ഇങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ. ഓരോ തെറ്റുകൾ ചെയ്തു കൂട്ടുമ്പോഴും ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നത് മറ്റാരും അറിയുന്നില്ല എന്നായിരിക്കും കരുതുന്നത്. പക്ഷേ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്കൊക്കെ തിരിച്ചടി ഒരിക്കൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ആരും മറക്കണ്ട. അത് കേട്ട ഉടനെ ഹൈമവതിയോട് ദേവയാനി ദേഷ്യത്തോടെ ഗംഗയോട് ചോദിച്ചു, ഗംഗെ നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്തിനാ ഞങ്ങളുടെ നേരെ ചാടുന്നത് എന്ന് ചോദിച്ചപ്പോ ഗംഗ പറഞ്ഞു, അതെ നിങ്ങളൊക്കെ എന്താ ചെയ്തു കൂട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഹൈമവതി ചാടി എഴുന്നിട്ട് ഗംഗയോട് പറഞ്ഞു, ഗംഗെ നീ എന്താ പറയുന്നത്? നാത്തൂന്റെ നേരെ നീ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നത്? അതിന്റെ ആവശ്യമൊന്നും നിനക്കില്ല. നീ എന്തിനാ നാത്തൂനോട് തട്ടിക്കയറാൻ പോകുന്നത്? നാത്തൂന്റെ നേരെ ഇന്നേ വരെ ഇവിടെ മഹി പോലും സംസാരിച്ചിട്ടില്ല, അറിയുമോ എന്ന് ചോദിക്കുമ്പോ ഉടനെ ഗംഗ പറഞ്ഞു, എനിക്കറിയാം മഹിയേട്ടൻ പാവം, ആ പാവത്തിനെ എല്ലാ കാലത്തും കബളിപ്പിക്കാമെന്നാണല്ലോ നിങ്ങളുടെ എല്ലാം ധാരണ എന്ന് പറഞ്ഞ് ഗംഗ ദേവയാനിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ വരണ്ട. അങ്ങനെ വന്നാൽ പലതും എനിക്ക് എല്ലാവരോടും തുറന്നു പറയേണ്ടി വരും എന്ന് പറഞ്ഞ് ഗംഗ ദേഷ്യത്തോടെ അവിടെ നിന്ന് അകത്തേക്ക് പോയി. ഈ സമയത്ത് ഹൈമവതി ശ്രേയയോട് ചോദിച്ചു, എന്താ മോളെ എന്താ പറ്റിയത്?
എന്താ എന്താ നിനക്ക് സംഭവിച്ചത് എന്നെല്ലാം ചോദിച്ചപ്പോ എന്താ കാര്യമെന്നും എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ദേവയാനിയോട് ശ്രേയ ദേവയാനിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം ദേവയാനി എല്ലാം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ചു നിന്നു. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, അല്ല മോളെ, അപ്പോ നമ്മുടെ ആ പദ്ധതിയും പാളിപ്പോയി അല്ലെ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? എല്ലാം നമ്മുടെ നീക്കങ്ങളൊക്കെ എല്ലാം തകർന്നില്ലേ? ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അതായിരിക്കും അവള് നാത്തൂനോട് ഇങ്ങനെയെല്ലാം തട്ടിക്കയറിയത്. ഗൗരിയെ രക്ഷപ്പെടുത്തിയതിന്റെ അഹങ്കാരമാണ് അവളിപ്പോ കാണിച്ചിട്ട് പോയത് എന്ന് ഹൈമവതി ദേവയാനിയോടും ശ്രേയയോടും പറഞ്ഞു. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അങ്ങനെയങ്ങ് അവളെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അത് തീർച്ചയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗംഗയുടെ ഈ അഹങ്കാരം ഞാൻ തന്നെ തീർത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അവിടെ നിൽക്കുമ്പോ റൂമിലേക്ക് എത്തിയ ഗംഗയോട് ഗൗരി പറഞ്ഞു, ഗംഗെ, നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്തതാണ് എന്ന് പറഞ്ഞപ്പോ ഗംഗ ചോദിച്ചു, എന്തിനാ ഗൗരീശി എന്നോട് നന്ദി പറയണത്? എന്റെ ജീവൻ പലപ്പോഴും രക്ഷിച്ചിട്ടുള്ളത് ഗൗരീശിയല്ലേ എന്ന് ചോദിച്ചപ്പോ ഗൗരി പറഞ്ഞു, എങ്കിലും ഒരാളും ഇന്നേ വരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല. എന്റെ ആത്മാവിനെ ബന്ധിക്കപ്പെടാതിരിക്കാനായി എനിക്ക് വേണ്ടി ഇത്രയും ഘോരമായിട്ടുള്ള വ്രതമനുഷ്ഠിക്കുകയും അതുപോലുള്ളൊരു സ്ഥലത്ത് വന്ന് എന്നെ രക്ഷിക്കാനുള്ള മനസ്സ് കാട്ടുകയും ചെയ്തില്ലേ? ഇതൊക്കെ ഗംഗയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞപ്പോ എങ്കിലും ഇത്രയൊക്കെ ആപത്തുകൾ ഉണ്ടായിട്ടും തടസ്സങ്ങൾ നേരിട്ടിട്ടും അതിനെയൊക്കെ തരണം ചെയ്ത് ഗംഗ വിജയത്തിലെത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോ ഗംഗയോടുള്ള ഗൗരിയുടെ ചോദ്യം കേട്ട് ഗംഗ പറഞ്ഞു, ഗൗരീച്ചി, അത് എന്റെ ശക്തി കൊണ്ടൊന്നുമല്ല. ശ്രീമഹേശ്വരൻ എനിക്ക് കാവലായിട്ടുണ്ടാകും. പിന്നെ ചേച്ചിയുമുണ്ടല്ലോ എന്റെ ഒപ്പം. അതുകൊണ്ടാണ് എനിക്ക് ആപത്തൊന്നും സംഭവിക്കാതെ എല്ലാം ഭംഗിയായി നടന്നത് എന്ന് ഗംഗ ശ്രേയയുടെയും ഹൈമവതിയുടെയും ദേവയാനിയുടെയും ഒക്കെ അപ്പോഴത്തെ ദേഷ്യത്തോടെയുള്ള സംസാരത്തെക്കുറിച്ചും ഗൗരിയോട് പറയുന്നു. അവർക്കാർക്കും ഇങ്ങനെ ഒരു കാര്യം നടന്നതിൽ ഒട്ടും സന്തോഷമില്ല എന്നും അതിന്റെയൊക്കെ വിരോധം എന്നോട് അവരുടെ മനസ്സിലെല്ലാം ഉണ്ട് എന്നും പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഗൗരി പറഞ്ഞു, അതേ ഗംഗെ, ഇനി ഗംഗ സൂക്ഷിക്കണം, വളരെയേറെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതും ഗൗരി പറഞ്ഞു. അങ്ങനെ ഗൗരി ഓർമ്മപ്പെടുത്തുമ്പോ ഗംഗ അറിയിച്ചു, ഗൗരീശിയും ശ്രീമഹേശ്വരനും എനിക്കൊപ്പമുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കൊരു ആപത്ത് സംഭവിക്കില്ല. അങ്ങനെയുള്ള ഗംഗയുടെ ആത്മവിശ്വാസത്തോടുള്ള വാക്കുകൾ കേട്ട് ഗൗരി സമാധാനപൂർവ്വം അവിടുന്ന് മടങ്ങുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഗംഗയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അടുത്ത തന്ത്രം എന്താണ് എന്ന് ശ്രേയയും ഹൈമവതിയും ദേവയാനിയും ചേർന്ന് നടപ്പിലാക്കാനായി തീരുമാനിച്ചു. ശ്രേയയുടെ അരികിലേക്ക് എത്തിയ രാഹുലിനോട് ശ്രേയ പറഞ്ഞു, അതെ, അവളെ ഇല്ലാതാക്കേണ്ടത് ഇനി രാഹുലിന്റെ നീക്കമാണ്. അത് കേട്ട ഉടനെ രാഹുൽ ചോദിച്ചു, അല്ല, ഞാൻ കരുതി ആ ഗംഗ നിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് അവളോടുള്ള ശത്രുതയെല്ലാം നീ മറന്ന് ഇനി അവളെ കൊല്ലാനൊന്നും നീ ശ്രമിക്കുകയില്ല എന്നാണ് ഞാൻ കരുതിയത് എന്ന് രാഹുൽ അറിയിച്ചു. ശ്രേയ പറഞ്ഞു, ഒരിക്കലുമില്ല. അഥവാ അന്ന് ആ നിമിഷം ഞാൻ ആ കുളത്തിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ ആ ഗൗരിയെ പോലെ ഒരു പിശാചായിട്ട് ഞാൻ അവളുടെ പിന്നാലെ വന്ന് അവളുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നേനെ. എന്റെയും മഹീറിന്റെയും ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവളാണവൾ. അവളുടെ ജീവിതം ഇല്ലാതാക്കുകയെന്നും അവളുടെ ജീവൻ എടുക്കുക എന്നതുമാണ് എന്റെ ലക്ഷ്യം. ഞാൻ മരണപ്പെട്ടാലും ശരി, അതുതന്നെയായിരിക്കും എന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവളെ ഇല്ലാതാക്കണം. അത് മാത്രമാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. ഉടനെ തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. രാഹുൽ, അടുത്തത് ഇനി നീയാണ് അവളെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോ ഗൗരിയുടെ ആത്മാവ് കൂടി അവൾക്കൊപ്പം സഹായത്തിന് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹൈമവതി പറഞ്ഞു, ആ ഗൗരിയുടെ ആത്മാവ് ഉള്ളത് കൊണ്ട് ഇനി ആ ഗംഗയെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അവളെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ആ നിമിഷം ആ ഗൗരിയുടെ ആത്മാവ് വന്ന് രക്ഷയ്ക്കായി ഓടിയെത്തും. അത് കേട്ടപ്പോഴേക്കും ഉടനെ ശ്രേയ അങ്ങനെ പറയുമ്പോ ഹൈമവതിയും ദേവയാനിയും ഒക്കെ ആശങ്കപ്പെട്ട് ഗൗരി രക്ഷയ്ക്കായി വരുമല്ലോ എന്ന് പറഞ്ഞത് കേട്ട് ശ്രേയ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഗൗരിയെ ഇനി എങ്ങനെയെങ്കിലും ബന്ധിക്കുക എന്ന കാര്യത്തിൽ നമ്മൾ മുൻകൈ എടുക്കണ്ട. കാരണം അന്ന് ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞിരുന്നു, എത്ര തവണ അവൾ ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നോ അതുപോലെ തന്നെ അവളുടെ ശക്തിയും കൂടുമെന്ന്. അതുകൊണ്ട് ഇനി അങ്ങനെ നിസ്സാരമായി അവളെ ബന്ധിക്കാനോ തളയ്ക്കാനോ നമുക്കാവില്ല. അതിനേക്കാൾ ഉപരി നമുക്ക് ചെയ്യാൻ വരുന്ന അടുത്ത നീക്കം ഒന്ന് മാത്രമാണ്.
ഇനി ഗംഗയെ ഇല്ലായ്മ ചെയ്യുക, അതാണ് വേണ്ടത്. ഗംഗയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇനി ഗൗരിയുടെ നേരെയുള്ള നമ്മുടെ നീക്കങ്ങൾ ശുഭകരമാവുകയുള്ളൂ. കാരണം ഗൗരിയെ തളയ്ക്കാനായി ശ്രമിക്കുന്ന നിമിഷം ഗംഗ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വ്രതം അനുഷ്ഠിക്കുകയും ഏതെങ്കിലും വഴിയൊക്കെ അവളെ രക്ഷിക്കും. അതിനുശേഷം ഗൗരിയുടെ നേരെ നമ്മൾ അവളെ അപായപ്പെടുത്താൻ നോക്കുമ്പോൾ ഗൗരി വന്ന് ഗംഗയെ രക്ഷിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗംഗയെ അപകടപ്പെടുത്തുക, അതാണ് വേണ്ടത്. ഗംഗയുടെ ജീവൻ എടുത്തതിന് ശേഷം ഗൗരിയെ തളയ്ക്കാം. അപ്പോൾ പിന്നെ ഗൗരിയെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരും എത്തുകയില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗംഗയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ദേവയാനിയും പറഞ്ഞു, അതെ അതെ മോനെ, അത് തന്നെയാണ്. ഗൗരിയെ ഇപ്പോ തൽക്കാലം നമ്മൾ നോക്കണ്ട, ഗംഗയുടെ ജീവൻ എടുക്കുക, അതിനു വേണ്ടിയുള്ള വഴികളാണ് ഇനി നോക്കേണ്ടത്. ഇപ്പോ രാഹുൽ, നിന്റെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആ ഗംഗയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതം കൂടി തകർത്തതിനുള്ള നിന്റെ പക വീട്ടിൽ കൂടി ആയിക്കോട്ടെ അത് എന്ന് പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, അതെ, എന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് അവളാണ്. അതിന് എന്തായാലും അതിനുള്ള തിരിച്ചടി ഞാൻ അവൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അതിനുള്ള നീക്കങ്ങൾ ഞാൻ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് ഇറങ്ങി. രാഹുൽ റൂമിൽ നിന്ന് വരുന്ന നേരത്താണ് എവിടേക്കോ പോകാനായി റെഡിയായി ഇറങ്ങിയ രാജിയെ രാഹുൽ കണ്ടത്. രാഹുൽ ചോദിച്ചു, അല്ല എങ്ങോട്ടാ ഇത്ര രാവിലെ അണിഞ്ഞൊരുങ്ങി എന്ന് ചോദിച്ചപ്പോ രാജി പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ വരെ പോവാ, അവിടെ ഗംഗേച്ചി ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. വലിയ പൂജയിലും മറ്റുമായിരുന്നല്ലോ ഇത്രയും ദിവസം ഗംഗേച്ചി. അതുകൊണ്ട് പൂജയ്ക്ക് ശേഷം ചേച്ചി ക്ഷേത്രത്തിലേക്ക് പോവാ, കൂടെ ഞാൻ കൂടി വരാൻ പറഞ്ഞു. അല്ല രാഹുലേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ രാഹുൽ പറഞ്ഞു, അയ്യോ ഞാനോ, ഒരിക്കലുമില്ല, പൊയ്ക്കോ. ഞാനേ ചോദിച്ചെന്താന്ന് വെച്ചത്, നീ ഇനി ഈ അണിഞ്ഞൊരുങ്ങി പോകുന്നത് എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകാനാണോ എന്നൊരു പ്രതീക്ഷയോടെ ഞാൻ ചോദിച്ചതാണ്. ഇനി ഞാൻ നിന്റെ കൂടെ വരാനോ അങ്ങനെ ഒരു ആഗ്രഹമോ ഒരു പ്രതീക്ഷയോ നിന്റെ ജീവിതത്തിലോ മനസ്സിലോ വേണ്ട എന്ന് രാഹുൽ പറയുമ്പോ വിഷമത്തോടെ രാജി ചോദിച്ചു, രാഹുലേട്ടാ, നമ്മൾ എത്ര സ്നേഹിച്ചിരുന്നവരാണ്, എത്ര നാളായി നമ്മൾ പരസ്പരം സ്നേഹിച്ചതാണ്. എന്നിട്ടും ഇത്രയും ഇഷ്ടമുണ്ടായിട്ട് പോലും ഇങ്ങനെയൊക്കെ എന്താ രാഹുലേട്ടൻ എന്നോട് പെരുമാറുന്നത് എന്ന് വിഷമത്തോടെ രാഹുലിനോട് ചോദിക്കുമ്പോ രാഹുൽ പറഞ്ഞു, അതെ, ഞാൻ നിന്നെ സ്നേഹിച്ചെന്നോ അങ്ങനെ ഒരു ധാരണയെ നിനക്ക് വേണ്ട. ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല. അത് നിനക്ക് വെറുതെ തോന്നിയതാണ് എന്ന് പറഞ്ഞ് എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ് രാഹുൽ രാജിയുടെ നേരെ ദേഷ്യപ്പെടുകയും നീ എവിടെയെങ്കിലും പോയി തീർന്നാൽ മതി എന്ന് പറഞ്ഞ് രാഹുൽ ദേഷ്യത്തോടെ രാജിയോട് സംസാരിക്കുന്നു.